LDFന് മഹാപരാജയം തന്നെ സംഭവിച്ചിരിക്കുന്നു. UDF വിജയം പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നെങ്കിലും ഇത്ര വലിയ തരംഗമുയർത്തി ഇടതുപക്ഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ സീറ്റ് നിലയിലേക്ക് അടിച്ചിറക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ആഴത്തിലുള്ള വിശകലനം വേണമെന്ന സ്ഥിരം നിലപാടാണ് CPM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് പരാജയ കാരണം? ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെച്ച് മികച്ച പ്രതിപക്ഷമായി UDF പ്രവർത്തിച്ചത് കൊണ്ടാണോ? UDFനോടുള്ള ജനപ്രീതി തന്നെയാണോ ഈ വിജയത്തിന് കാരണം? അതോ എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ വലിച്ച് താഴെയിട്ട് പ്രതിപക്ഷ തിരുത്തണമെന്ന കടുത്ത വെറുപ്പോ? ജനങ്ങൾ ഇത്തരത്തിൽ തീർത്തും അസംതൃപ്തരാവാൻ കാരണം എന്തായിരിക്കും? നമുക്ക് പരിശോധിക്കാം. പ്രധാനമായും 4 കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ജനങ്ങൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി LDFനെ തോൽപ്പിച്ചിരിക്കുന്നു. CPMനെതിരെ ജനങ്ങൾ ശക്തമായി വോട്ട് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, പിണറായി വിജയനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിരിക്കുന്നു. നാലാമതായി, CPMന്റെ അണികൾ തന്നെ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെയും നാലാമത്തെയും കാര്യങ്ങൾ ആഴത്തിൽ വിശകലനം ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് പരാജയം എന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. നമുക്കറിയാം, 17ാം നിയമസഭയിലേക്കാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 1957 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ചത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തന്നെയാണ്. അതുകൊണ്ട് ഈ പരാജയം ഒന്നിന്റെയും അവസാനമൊന്നുമല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മറക്കാൻ പാടില്ലാത്ത ചില പാഠങ്ങൾ CPMന് നൽകുന്നുണ്ട്. CPM ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമത പ്രശ്നം നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. എണ്ണം പറഞ്ഞ നേതാക്കൾ CPM വിട്ട് മറുചേരിയിൽ ചേർന്നു. അവരാരും തന്നെ സ്വതന്ത്രരായി മത്സരിക്കാതെ UDFന്റെ പിന്തുണയോടുകൂടിയാണ് മത്സരിച്ചത്. അതും കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ തന്നെ വിള്ളലുകൾ ഉണ്ടാക്കിയ മത്സരങ്ങളും നമ്മൾ കണ്ടു. പയ്യന്നൂർ മണ്ഡലം 1970 മുതൽ CPMനെ വിജയിപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെ വിമതൻ കുഞ്ഞികൃഷ്ണൻ 7000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചു. തളിപ്പറമ്പും ഇതിന് സമാനമായിരുന്നു. 1970 മുതൽ ഇതുവരെ CPM സ്ഥാനാർത്ഥികളല്ലാതെ ആ മണ്ണിൽ ആരും വിജയിച്ചിട്ടില്ല. അവിടെ TK ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ തറ പറ്റിച്ചു. അമ്പലപ്പുഴയിലും G സുധാകരൻ 27,000-ലധികം വോട്ടുകൾക്ക് ജയിച്ചു കയറി. സുധാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടെയുള്ള ജയം. ഒറ്റപ്പാലത്ത് PK ശശിയും മലമ്പുഴയിൽ VSന്റെ പഴയ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷും മത്സരിച്ചു. ഐഷ പോറ്റി കൊട്ടാരക്കരയിലും മത്സരിച്ചു. കഷ്ടിച്ചാണ് KN ബാലഗോപാൽ കരപറ്റിയത്. ഇത്തരത്തിൽ വിമതരുടെ ഒരു പട തന്നെ മത്സരിക്കാൻ ഉണ്ടായിരുന്നു. അതിൽ 3 പേർ വലിയ വിജയം നേടുകയും ചെയ്തു. വിഭാഗീയതയെ അതിജീവിച്ചു വന്ന വിമത ശബ്ദം അധികം ഉയർത്താത്ത പാർട്ടിക്ക് വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഈ 6 പേരും. 90 സീറ്റുകളിൽ മത്സരിച്ച CPMന് 26 പേരെ ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചുള്ളൂ. 2021 തുടർഭരണം ലഭിക്കുമ്പോൾ CPMന് തനിച്ച് കിട്ടിയ സീറ്റുകൾ 58. അതായത് ഇത്തവണ ലഭിച്ചത് കഴിഞ്ഞ തവണത്തേതിന്റെ നേർപകുതി. LDFന്റെ മൊത്തം അംഗബലം 99-ൽ നിന്ന് 35-ലേക്ക് താഴ്ന്നു. അതായത് 3-1-ലേക്ക്. അത് മാത്രവുമല്ല, നിയമസഭാ കക്ഷിയിൽ LDFന്റെ 3 പാർട്ടികൾ, അതായത് CPM, CPI, പിന്നെ RJD ഒഴികെ ബാക്കി എല്ലാ ഘടക കക്ഷികളും സംപൂജ്യരായിരുന്നു. ആ അർത്ഥത്തിൽ LDFന്റെ സമ്പൂർണ്ണ പരാജയം തന്നെയാണ് ഇക്കുറി. ഇനി മറിച്ച് ചിന്തിച്ചാൽ ഈ ജനവിധി UDFന് അനുകൂലമായ ഒരു ജനവിധി തന്നെയായിരുന്നു. കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചാൽ UDFനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടൊന്നുമല്ല ഈ വിധി എന്ന് പറയേണ്ടി വരും. UDFന് അനുകൂലം എന്നതിലുപരി LDFനെതിരായ ഒരു ജനവിധി എന്ന് പറയുന്നതാവും ഉചിതം. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായ AK ആന്റണി, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയായ അദ്ദേഹം UDFന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നടത്തിയ പ്രതികരണം വിശദമായി വായിച്ചെടുത്താൽ നിലവിലെ ഗവൺമെന്റിനെതിരെയുള്ള ഒരു കൊടുങ്കാറ്റായിരുന്നു ഈ ജനവിധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സർക്കാരിനെതിരെ വലിയ ജനരോഷം ഉണ്ടായിരിക്കുന്നു. ആ ജനരോഷത്തിന്റെ പങ്കുപറ്റുകാർ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ UDF. എന്നിരുന്നാലും UDFന്റെ ഈ വലിയ വിജയത്തെ നമ്മൾ കുറച്ചു കാണേണ്ടതില്ല. പ്രത്യേകിച്ചും കോൺഗ്രസിന്റേത്. റെക്കോർഡ് വിജയം തന്നെയാണ് കോൺഗ്രസ് ഇക്കുറി കരസ്ഥമാക്കിയിരിക്കുന്നത്. 63 സീറ്റുകളിലാണ് അവർ വിജയിച്ചു വന്നിരിക്കുന്നത്. 92 സീറ്റുകളിൽ മത്സരിച്ചവർ 75 മുതൽ 80% വരെ വിജയമാണ് നേടിയിരിക്കുന്നത്. 1960-ലാണ് ഇതിനു മുമ്പ് 63 എന്ന വലിയ സംഖ്യയിലേക്ക് കോൺഗ്രസ് ജയിച്ചു കയറിയത്. 2001-ലും സമാനമായ വിജയം അവർ ആവർത്തിച്ചിരുന്നു. ഇന്നിതാ 2026-ൽ 63 എന്ന സർവകാല റെക്കോർഡിലേക്ക് അവരെത്തി. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കോൺഗ്രസിന് ശരിക്കും 65ഓളം സീറ്റുകളുണ്ട്. പയ്യന്നൂരിലും അമ്പലപ്പുഴയിലും കോൺഗ്രസിന്റെ സീറ്റുകളിലാണ് CPM വിമതർ മത്സരിച്ചത്. ആ അർത്ഥത്തിൽ എന്തുമാത്രം കരുത്തുറ്റ പ്രകടനമാണ്
കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. കേവല ഭൂരിപക്ഷത്തിന് ഇനി 6 സീറ്റുകൾ മാത്രം മതിയായിരുന്നു. 71 സീറ്റുകളാണല്ലോ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 6 സീറ്റുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഈ സംസ്ഥാനം ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്ന് സാരം. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ചെറിയ നേട്ടമൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സമാനമായ ശക്തമായ പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. 22 സീറ്റുകളിൽ അവർ വിജയിച്ചു കയറി. ലീഗിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് 2026 കാഴ്ചവെച്ചത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രചാരണം ആസൂത്രണം ചെയ്യപ്പെട്ടിരുന്നു. അതെന്തായിരുന്നു? UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ആഭ്യന്തരം ഭരിക്കുമെന്ന് AK ബാലനെ പോലുള്ള നേതാക്കൾ വരെ പറഞ്ഞുകൊണ്ടിരുന്നു. അത്തരത്തിൽ ഒരു ആന്റി മുസ്ലിം വികാരമുണ്ടാക്കാൻ ബോധപൂർവമായ ചില ശ്രമങ്ങൾ കൂടി ഇത്തവണ നടന്നിരുന്നു. പക്ഷേ ലീഗ് മികച്ച പ്രകടനം നടത്തി വിജയിച്ചു കയറി. എന്നിരുന്നാലും UDFിൽ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി മാറാൻ ലീഗിന് ഏതായാലും കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വൻ മരമായിട്ടാണ് കോൺഗ്രസ് ഇത്തവണ വിജയിച്ചു കയറിയത്. അതിനാൽ ഏറ്റവും വലിയ രണ്ടാം കക്ഷിയെങ്കിലും വലിയ സമ്മർദ്ദം ചെലുത്താൻ ലീഗിന് ഇത്തവണ കഴിയില്ല. UDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനം മികച്ചതെങ്കിലും പ്രതിപക്ഷത്തിരുന്ന് അത്യുജ്വല പ്രകടനം കാഴ്ചവെച്ചതിനല്ല ജനങ്ങൾ വോട്ട് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ വാഗ്ദാനങ്ങളിൽ മതിമറന്നിട്ടുമല്ല. പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് തീവ്രമായ ഭരണവിരുദ്ധ വികാരം ഒന്നുകൊണ്ട് തന്നെയാണ്. സർക്കാർ വിരുദ്ധ തരംഗമില്ല എന്ന് ഇടതുപക്ഷം ആവർത്തിച്ച് അഭിപ്രായപ്പെട്ടിരുന്നു. എങ്കിലും അതുതന്നെയായിരുന്നു മൂല കാരണം. കാസർഗോഡ് തൃക്കരിപ്പൂർ മണ്ഡലം തന്നെ എടുത്താൽ കമ്മ്യൂണിസ്റ്റുകാർ അല്ലാത്ത ആരും ഇന്നുവരെ അവിടെ വിജയിച്ചു കയറിയിട്ടില്ല. എന്നാൽ ഇത്തവണ അവിടെ സന്ദീപ് വാര്യർ ജയിച്ചു കയറി. സത്യത്തിൽ കോൺഗ്രസ് ഒഴിഞ്ഞു വെച്ചൊരു മണ്ഡലമായിരുന്നു അത്. ഒരു പ്രതീക്ഷയും വെച്ചു പുലർത്താതിരുന്ന ഒരു മണ്ഡലം. മുൻ മുഖ്യമന്ത്രി EK നായനാർ അടക്കം വിജയിച്ചു വന്ന കമ്മ്യൂണിസ്റ്റ് കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലം. എന്നാൽ അവിടെ പോലും കോൺഗ്രസിലെ പുത്തൻ കൂറുകാരനായ സന്ദീപ് വാര്യർ വിജയിച്ചു കയറാൻ സാധിച്ചുവെങ്കിൽ ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സർക്കാരിനെതിരെയുള്ള ജനരോഷം. നമുക്കറിയാം, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകൾ പരസ്പരം തൊട്ടുരുമിക്കിടക്കുന്ന 2 ജില്ലകളാണ്. 29 മണ്ഡലങ്ങളാണ് 2 ജില്ലകളിലും കൂടിയുള്ളത്. മലപ്പുറത്ത് 16 മണ്ഡലവും കോഴിക്കോട് 13 മണ്ഡലവും. ഈ 2 ജില്ലകളിലും കൂടി എത്ര സീറ്റുകൾ LDFിന് ലഭിച്ചു എന്ന് നോക്കിയാൽ ഒരേ ഒരു സീറ്റ് മാത്രമാണത്. ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് മുഹമ്മദ് റിയാസ് മാത്രം. 5 ജില്ലകളിൽ LDFിന് അക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു. വയനാട്, മലപ്പുറം, എറണാകുളം, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ ഒരൊറ്റ സീറ്റ് പോലും LDFിന് ലഭിച്ചിട്ടില്ല. കോന്നിയിൽ കഷ്ടിച്ച് ഒരു സീറ്റ് ലഭിച്ചതുകൊണ്ട് പത്തനംതിട്ടയിൽ ഒരു ആശ്വാസ വിജയം ഉണ്ടായിരിക്കുന്നു. ആ അർത്ഥത്തിൽ LDFിന്റെ തകർച്ച സമ്പൂർണമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആയതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് LDF നിർബന്ധമായും പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. 2ാം പിണറായി സർക്കാർ അത്ര കണ്ട് മോശപ്പെട്ട സർക്കാർ ആയിരുന്നു എന്ന് അഭിപ്രായപ്പെടാനാവില്ല. മാത്രവുമല്ല, ചില വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും നടപ്പാക്കുന്നതിൽ വിജയിച്ച സർക്കാരും കൂടിയാണ്. ദേശീയപാത വികസനം തന്നെ നല്ലൊരു ഉദാഹരണമാണ്. എന്നിട്ടും എന്തുകൊണ്ട് ജനവിധി LDFിനെതിരായി? കാരണം ലളിതമാണ്. ഭരിക്കുന്ന സർക്കാരും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ജനകീയരായിരിക്കണം, ജനങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കണം. നമുക്കറിയാം, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്. നമ്മൾ ഓരോ നിമിഷവും നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ വാക്കും പ്രവൃത്തിയും ജനം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ പൊതുപ്രവർത്തനം ആസൂത്രണം ചെയ്യേണ്ട ആളുകളാണ് രാഷ്ട്രീയ നേതാക്കൾ. നമുക്കറിയാം, പിണറായി സർക്കാരിന്റെ മേന്മ ഉയർത്തിപ്പിടിക്കാൻ ആവിഷ്കരിച്ച നവകേരള സദസ്സിന്റെ ശോഭ തന്നെ കെടുത്തിക്കളഞ്ഞത് മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം എന്ന വിഖ്യാത പരാമർശമായിരുന്നു. കൂടാതെ മൈക്കിനോട് കലഹിക്കുന്ന മുഖ്യമന്ത്രി, മൈക്ക് ഓപ്പറേറ്ററെ പിടിച്ച് ജയിലിലടയ്ക്കുന്ന പോലീസ്, മൈക്കിനോട് കലഹിക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി, ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് അകന്നുപോകുന്ന സർക്കാരായി മാറി 2ാം പിണറായി സർക്കാർ. കൂടാതെ കേരളത്തിൽ നടന്ന ആശാ വർക്കർമാരുടെ സമരം. 264 ദിവസമാണ് പാവപ്പെട്ട സ്ത്രീകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യേണ്ടി വന്നത്. ആ സമരത്തോടുള്ള സർക്കാരിന്റെ സമീപനം നമുക്കറിയാവുന്നതാണ്. കൂടാതെ ന്യൂനപക്ഷങ്ങളോടുള്ള CPMന്റെ സമീപനവും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ്. ന്യൂനപക്ഷ വിരുദ്ധത പ്രകടിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ CPM മുതിർന്നത്. അങ്ങനെ അടിസ്ഥാന തത്വങ്ങളിൽ തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്ന പാർട്ടിയായി CPM മാറി. ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി. ഒരൊറ്റ വികാരത്തിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നു, വെറുപ്പ് എന്ന വികാരം. അതുകൊണ്ട് ഇടതുപക്ഷം സ്വയം വിലയിരുത്താൻ തയ്യാറാവണം. കാരണം ഇടതുപക്ഷം കേരളത്തിന് ആവശ്യം തന്നെയാണ്. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ഇടതുപക്ഷം കൂടിയേ മതിയാകും. അതവർ മനസ്സിലാക്കി സ്വയം വിശകലനത്തിന് തയ്യാറാവുമെന്ന് പ്രതീക്ഷിക്കും. വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.